നാളെ ഈ രാത്രിയാകുമ്പം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഇതോർത്ത് കിടക്കാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചു. അത് ദൈവം സഹായിച്ചു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. അയ്യപ്പനോടും ദേവിയോടും മാത്രമല്ല, ഇതിനെന്നിട്ട് അച്ഛനെ സഹായിച്ച, അല്ലെങ്കിൽ അച്ഛനെ ഇതിൽ മോട്ടിവേറ്റ് ചെയ്ത ഒരുപാട് അച്ഛന് നല്ല ഫ്രണ്ട്സുണ്ട്. അവരോട് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട് അവസരത്തിൽ. നന്ദി. അച്ഛൻ 6 തവണ അപ്ലൈ ചെയ്ത് ഓരോ തവണയും അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ അതെ വിഷമിച്ച് പിന്നീട് അത് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഇത് നടന്നു അല്ലെങ്കിൽ സത്യമാണെന്ന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതെ, TV-യിൽ അവനെയും കൂടെ കണ്ടപ്പം കൊച്ചു പ്രായത്തിൽ തന്നെ അവനെയും കൂടെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അറിഞ്ഞ സമയത്ത് എന്തോ ചെയ്യണമെന്ന് പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ വയ്യ. കൈയും ദേഹമൊക്കെ ഒരുമാതിരി വിറയ്ക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ +2 പഠിക്കുക, സയൻസ്. ഭദ്രപ്രിയ എന്നാണ് പേര്, +2 സയൻസ്. അനിയത്തി പത്മപ്രിയ 7th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ അനിയൻ. അതെ, ഈ ഒരു ചെറിയ അമ്പലത്തിൽ നിന്നും വലിയൊരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു ഇതിൽ നടക്കാൻ പോവാണ്. അച്ഛൻ്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വർഷം കാണാതിരിക്കണമെന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ലിസ്റ്റ് 3-ാമതും, രണ്ടാമത്തെ മാളികപ്പുറത്ത് 7ാം ലിസ്റ്റിലും ആയിരുന്നു. ശബരിമല നറുക്കെടുപ്പിൽ മനു നമ്പൂതിരി ഇല്ല, ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു എനർജി ഫുള്ള് പോയി, കിട്ടിയില്ല എന്ന് മനസ്സിലായി. മറ്റേത് ഉറപ്പിച്ചു നമ്മൾ കിട്ടുന്നില്ലെന്ന്. പക്ഷേ മേശാന്തി മനു നമ്പൂതിരി എന്ന് പറഞ്ഞപ്പം എന്താ ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലോട്ടായി പോയി. സന്തോഷം. ഉറപ്പായിട്ടും പോയിട്ടുണ്ട്. 2 തവണ കൊച്ചിലെ അച്ഛൻ്റെ കൂടെ തന്നെ പോയിട്ടുള്ളത്. നല്ല സന്തോഷമുണ്ട്. കിട്ടുമെന്ന് ആദ്യം ശബരിമല പോയെന്ന് പറഞ്ഞപ്പോഴേ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ മാളികപ്പുറത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താ സംശയം, ഭയങ്കര ഭാഗ്യമല്ലേ അത്.